ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ് ഇന്നത്തേത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നല്ല ബിസി ആയിരുന്നു. നെക്സ്റ്റ് വീക്ക് എൻ്റെ സിസ്റ്റർ മോളുടെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിനോട് അടുപ്പിച്ചിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം എന്താ പറയുക. അതുപോലെ ജാറയും മോനും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കുറച്ച് ഡ്രസ്സസൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും എൻ്റെ ഇനായൻ്റെയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ അതും സ്റ്റിച്ചിങ്ങൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. 2-3 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതെല്ലാം ആയിട്ട് നല്ല ബിസി ആയിരിക്കും. എന്നിരുന്നാലും ഓരോ ഗ്ലിംസസൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പം അന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂന്തൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെയ് റോസ്റ്റും അതിൻ്റെ കൂടെ സാമ്പാറും. ഈ കൂന്തൽ ഫ്രൈയും സാമ്പാറും ആക്കുന്നതിൻ്റെ ഉദ്ദേശം കുറച്ച് റൈസ് ആക്കി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഉച്ചക്കേക്കും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫുഡെല്ലാം ഇതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. കാരണം ഫുഡിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ മടിയാവും. ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം ഒപ്പിക്കലാണ് പണി. സിമ്പിളായിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഗ്രേവി ടൈപ്പാണ്. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രേവിയാണ്, കൂന്തലിൻ്റെ ഗ്രേവി. അപ്പം അതിന് വേണ്ടിയിട്ട് കൂന്തൽ നന്നായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. കൂന്തലിന് അത്യാവശ്യം വേവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമല്ലോ. അപ്പം ഒരു സ്ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഒരു ഗ്രേവി പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കൂന്തൽ ഫ്രൈൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ് ഇത്. ദോശക്ക്, ചപ്പാത്തിക്ക്, അതുപോലെ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ എല്ലാം കൂടെ സൈഡായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഗീ റോസ്റ്റിൻ്റെ കൂടെ സാമ്പാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിസ്റ്റർ മോളുടെ കല്യാണമാണ്. അപ്പം അവളുടെ കല്യാണം വിളികളൊന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം വിളി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ എല്ലാ വീടുകളിലും പോയി വിളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാത്രം, അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതുപോലെ അവളുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അങ്ങനെയൊക്കെ മാത്രമേ പോയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. അതല്ലാത്തതെല്ലാം ഇപ്പം എല്ലാവരും തന്നെ ഫോണിലൂടെയാണ് കല്യാണം ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേ സിസ്റ്റം തന്നെ നമുക്കും. അപ്പം ഇവളുടെ മോളുടെ ഹസ്ബൻഡ് അവിടെ ആ ഭാഗത്തേക്കൊന്ന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നോടും കൂടി ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് പിക്ക് ചെയ്യും. കുറച്ച് ദൂരെയാണ് കേട്ടോ ആ ഒരു പ്ലേസ്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. പിന്നെയെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഞാൻ ഷെയർ ചെയ്ത പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതിന് അൽഹംദുലില്ലാഹ് നല്ല എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ഐറ്റംസ് എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടായി. പക്ഷേ ചിലതൊക്കെ പ്രീ ബുക്കിംഗ് എടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോഴും ആ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയതാണെങ്കിലും ചിലത് പ്രീ ബുക്കിങ്ങിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും, അതായത് റീസ്റ്റോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഒരു പ്രോഡക്റ്റ് മാത്രം ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ടായി, അതായത് ഡീലർ എടുത്തും സ്റ്റോക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ മാർക്കറ്റിലേക്ക് പോയി. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് എൻ്റെ മോൻ പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്നുമില്ല, അവനെ കാണാൻ വേണ്ടിയിട്ട്, അവനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള
ചിക്കനും ബീഫും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാനായിട്ട് തന്നെയാണ് പോയത്. അപ്പം സിസ്റ്റർ വരുന്നതിന് മുൻപ് എനിക്ക് ഈ ഐറ്റംസ് എല്ലാം തന്നെ ക്ലീനാക്കി റെഡിയാക്കി വെക്കണം. കാരണം അവിടെ ഞാനീ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് രാത്രി വേണം എനിക്ക് മോനിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെക്കാൻ. കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ പോവാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ചിക്കനും മീറ്റൊക്കെ കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. എനിക്ക് ലഞ്ചിന് കഴിക്കാൻ പാകത്തിനുള്ളൊരു ഫുഡും അതിൻ്റെ കൂടെ 2 സ്നാക്സുമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് തന്നെയാണ് ആ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. കാരണം അവനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്തായാലും അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അവനെ പോലത്തെ മക്കളുണ്ടല്ലോ, അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അവരെയും കൂടി ഉദ്ദേശിച്ചിട്ട് അതിന് കണക്കായിട്ട് തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പം രാത്രി, അതായത് ഞാനീ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സിസ്റ്റർ കൂടെ പോയിട്ട് ഏത് സമയത്താണ് തിരിച്ച് വരാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ വീട്ടിൽ അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങളാണെങ്കിൽ പോകുന്നത് ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ്. എന്നിട്ട് പോയിട്ട് വന്നിട്ട് വേണം എത്ര ലേറ്റായാലും രാത്രി വന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഈസിയാണല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റാക്കി വെച്ചു. ലാസ്റ്റ് 2 പ്രോഡക്റ്റ് വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ കിട്ടിയ ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അയച്ച് തുടങ്ങിയിട്ടുണ്ട്. പലരും വന്ന് ചോദിക്കുന്നുണ്ട്, ഐറ്റംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്ലിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് വന്ന് മെസ്സേജ് അയക്കണം കേട്ടോ, ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതോടങ്ങ് പിന്നെ കഴിഞ്ഞല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ആർക്കായാലും പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വന്നിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ഷെയർ ചെയ്ത വീഡിയോസിൽ ഇട്ട പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതിന് അൽഹംദുലില്ലാ നല്ല എൻക്വയറീസ് ആയിരുന്നു കേട്ടോ. എല്ലാ പ്രോഡക്റ്റും ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയി. ഏതോ 1-2 പ്രോഡക്റ്റ്സ് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്, അതായത് ഫുള്ളി സ്റ്റോക്ക് ഔട്ടായി. അപ്പം ചിലതൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. പക്ഷെ അതിലൊരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ പ്രഷർ കുക്കർ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അതായത് ഡീലറുടെ അടുത്തും ഇപ്പോൾ സ്റ്റോക്കില്ല. എന്തായാലും അത് വരികയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഉള്ള എന്തെങ്കിലും പ്രോഡക്റ്റിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. സ്റ്റോക്കിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുൻപേ തന്നെ വന്നിട്ട് ബുക്ക് ചെയ്തോളൂ. പിന്നെ മുൻപ് ഇട്ട വീഡിയോസിലെയും എൻക്വയറീസ് വരുന്നുണ്ട്. അതും ചിലതൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉള്ളതുണ്ട്, അതായത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ മോൻ്റെ അടുത്ത് പോകുമ്പോഴേക്കുള്ള ഐറ്റംസിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചു. അതായത് ഫിഷും ചിക്കനും മീറ്റും എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കി ഒരു പ്രോഡക്റ്റ് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ സാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷം അവർക്കുള്ള വെഡിങ് ഡ്രസ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതായത് അത് പർച്ചേസ് ചെയ്യൽ എന്തൊക്കെയോ ബാക്കിയുണ്ട്. നമ്മൾ കുറേയെല്ലാം അവിടുന്ന് UAE തന്നെ ക്ലോത്തൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടുന്ന് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി പിന്നെ അവൾക്ക് വേറെ എന്തൊക്കെയോ പർച്ചേസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതെല്ലാം ഞാൻ ചിലതൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇനിയും ഉണ്ട്. ഇതിലൂടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റ്സ് നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷെ അത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു പീസ്ഫുള്ളായിട്ട് എനിക്ക് ചെയ്യണം. നല്ല ടൈമെല്ലാം ഇഷ്ടംപോലെ വേണം. നല്ല കാം ആയിട്ടുള്ളൊരു ഇത് ഉണ്ടായാലും മാത്രമാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും തിരക്കുകൾ ചെറുതായിട്ടൊന്ന് കഴിയട്ടെ, അതിന് ശേഷം ആ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം. എന്തായാലും ഒരുപാടൊന്നും ഡിലേ ആവില്ല. നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റർ വരുന്നതിന് മുൻപ് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി.
തളിപ്പറമ്പ് നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ആ ഒരു ലൊക്കേഷൻ വരുന്നത്. അടിപൊളി പ്ലേസാണ്. അതായത് നമ്മൾ ആ പോകുന്ന റൂട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് പോയി. കാരണം ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീലായിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ആ ഒരു അതായത് തളിപ്പറമ്പിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലങ്ങളും ചുറ്റുപാടും എല്ലാം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവിടെ പോയി നമ്മൾ അവിടെ 2-3 വീടുകളൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. മീൻസ് ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ലാസ്റ്റായിട്ട് ഞങ്ങൾ പോയത് ബൈ റോഡായിരുന്നു കോഴിക്കോടേക്ക്, അതായത് മോൻ്റെ ഹോസ്റ്റലിലേക്ക്. പക്ഷേ ഇപ്പം റോഡിൻ്റെ എല്ലാം അവസ്ഥ അങ്ങേയറ്റാണ്. കാരണം റോഡ് പണി മറ്റേ എക്സ്പ്രസ് ഹൈവേൻ്റെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുവിധം റോഡൊക്കെ ഭയങ്കര പിന്നെ എന്താ പറയുക അവസ്ഥയിലാണുള്ളത്. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വിചാരിച്ചത് ട്രെയിനിൽ പോകാമെന്നാണ്. ട്രെയിനിലാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല, പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും കൂടെ. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനും ഇനായും മാത്രമായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം എനിക്കെന്താ അറിയില്ല, ട്രെയിനിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ഇപ്പോഴും ഒരു കംഫർട്ടബിളായിട്ട് വന്നിട്ടില്ല. എന്തായാലും അതും ശീലിക്കണമല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഇറച്ചിപ്പത്തിൽ നിന്നുള്ള മസാല റെഡിയാക്കി. നമ്മുടെ ചിക്കൻ വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചു. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ, അതിന് കുറച്ച് ഗാർലിക്ക് ഇതൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. ശേഷം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക്, അതായത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് നുറുക്കിയിട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാല പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇറച്ചിപ്പത്തിലുള്ള ചിക്കൻ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം അവിടെ റെഡി ആയതിനു ശേഷം ഞാൻ നെക്സ്റ്റ് കായ്പോള ഉണ്ടാക്കി. കായ്പോള ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാനതൊരു വലിയൊരു കായ്പോള തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിന് കണക്കായിട്ടുള്ളൊരു കുക്കിംഗ് പോട്ട് എടുത്തിട്ട് കായ്പോളയും റെഡിയാക്കിയിട്ട് വെച്ചു. തലേന്ന് രാത്രി തന്നെ, അതായത് ഞാനിപ്പം പുറത്ത് പോയി വന്നിട്ട് അതും ചെയ്തിട്ട് വെച്ചു. കാരണം കായ്പോളൊക്കെ രാവിലെ എണീച്ചിട്ട് റെഡിയാക്കാന്ന് വെച്ചാൽ അത് വേവാനുള്ള ടൈം അത്യാവശ്യം എടുക്കും. അതുകൊണ്ട് തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചു. അതാണെങ്കിൽ ഒന്നും മോശമാവൊന്നും ചെയ്യില്ല, നമ്മൾ നേരത്തെ റെഡിയാക്കിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതും സെറ്റാക്കി. പിന്നെ പൊറോട്ട റെഡി ടു മേക്കാണ് വാങ്ങിയത്. എന്നോട് അവന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പൊറോട്ടയൊന്നും ഉണ്ടാക്കാൻ മെനക്കെടരുത്, എനിക്ക് റെഡി ടു മേക്കായിട്ടുള്ള ആ ഒരു പൊറോട്ട വാങ്ങിയാൽ മതി. എനിക്കാണ് ഇഷ്ടമാണ്, പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉമ്മ സ്വന്തം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവനിക്കറിയാം അതിനുള്ള മെനക്കെടൽ എത്രയാണെന്നുള്ളത്. മാത്രമല്ല ഇതെല്ലാം കഴിച്ച് നമുക്ക് ട്രാവൽ ചെയ്യും വേണമല്ലോ. അതുകൊണ്ട് അവന് അങ്ങനെ മതി തന്നെ പറഞ്ഞതാണ്. എന്തായാലും അതൊരു എളുപ്പമായി എനിക്ക്. ഏകദേശം 15 പൊറോട്ടയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അത് 2 പാക്കിംഗ് ആക്കിയിട്ട് മാറ്റി. 7 വരുന്ന 2 പാക്കിങ്. അതിൻ്റെ മിഡിലായിട്ട് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുത്തു. താഴെയും മുകളിലുമായിട്ട് പൊറോട്ട വെച്ച് കൊടുത്തു. നല്ല വാഴയിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തു. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നല്ല ചൂടോടുള്ള പൊറോട്ട അതിലേക്ക് കറിയെല്ലാം ഒഴിച്ച് വാഴയിലയിൽ കെട്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലിലെല്ലാം നിൽക്കുന്ന മക്കൾക്കാവുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അവിടെ ഒന്നും പൊറോട്ടയൊന്നും അവർക്ക് അങ്ങനെ കൊടുക്കാറില്ല. നമുക്ക് ഹെൽത്തി അല്ല പൊറോട്ട, എപ്പോഴെങ്കിലും കഴിക്കുന്നത് ഓക്കെ. എന്തായാലും ഹോസ്റ്റലിലൊന്നും അവരങ്ങനത്തെ ഐറ്റംസ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഇവനിക്കൊക്കെ എപ്പോഴെങ്കിലും ലീവ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവർ കഴിക്കുക. ഇറച്ചിപ്പത്തിലിൻ്റെ മസാലയും റെഡിയാക്കി വെച്ചു, മാവ് കുഴച്ചിട്ട് വെച്ചു. ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് പരത്തിയിട്ട് അത് ചുട്ടെടുക്കാമെന്നുള്ളത്. കാരണം ഇറച്ചിപ്പത്തിലാകുമ്പം അതിനകത്ത് ഉള്ളി അത്ര ഭയങ്കരമായിട്ട് നമ്മൾ സോട്ട് ചെയ്തിട്ടൊന്നല്ലല്ലോ എടുക്കാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് ആക്കാമെന്ന്. അങ്ങനെ ആ ഒരു ടാസ്ക് അവിടെ വെച്ചു. പിന്നെ പൊറോട്ട ചുട്ടെടുക്കാനുള്ള ടാസ്കും പിന്നെ പാക്കിങ്ങും, ഈ 3 പണികളും പിറ്റേന്ന് രാവിലത്തേക്ക് വെച്ചു. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും എന്തെങ്കിലും പണികളൊക്കെ ഉള്ള ദിവസം എനിക്ക് സാധാരണയായിട്ട് ഉറക്കമുണ്ടാവില്ല.
ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4:30 മണിക്ക് എണീറ്റു ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഏർലി മോർണിംഗിലുള്ള ട്രെയിനിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അവനവിടെ സ്കൂളിലേക്ക് എത്തുന്നത് 7:30 അവൻ്റെ സ്കൂൾ ബസ് എത്തുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാനവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ആയിരുന്നു എൻ്റെ പ്ലാനിങ്സൊക്കെ. പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി. കാരണം എങ്ങനെ ഇപ്പോൾ 4:30 എണീച്ചിട്ട് പിന്നെ എന്താ പറയുക 6:30 ആകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കാതെ കാര്യം. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ദൂരമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ആ ഒരു ടൈമിൽ പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ അവിടെ എത്തിയത് ഒരു 8 മണിക്കോ അങ്ങനെ 8-8:30 മണി ആ ഒരു ടൈമിലാണ് എത്തിയത്. എന്തായാലും 10 മണി 10:30 ആകുമ്പോൾ ഞങ്ങൾ കോഴിക്കോടേക്ക് എത്തി. ആ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയും കൂടി എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ബീഫ് കുറച്ച് എല്ലോട് കൂടിയുള്ള ബീഫ് നന്നായി കഴുകിയിട്ട് കുക്കറിലിട്ടു. അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര ഐറ്റംസ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. തക്കാളി വേണ്ട, പച്ചമുളക് വേണ്ട, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും വേണ്ട. നമ്മൾ ഈ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പാർസൽസൊക്കെ ആക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും പിന്നെ കൊടുക്കാനാണെങ്കിൽ ഈ ഒരു റെസിപ്പി അടിപൊളിയാണ്. അപ്പോൾ അതങ്ങനെ ആക്കി കുക്കറിൽ വെന്തതിന് ശേഷം പിന്നെ ഒരു പാൻ വെച്ചിട്ട് നല്ല കുക്കിംഗ് പോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇങ്ങനെ വയറ്റി അതൊരു ഗ്രേവി പരുവത്തിലാക്കിയിട്ടെടുക്കുക. ഭയങ്കര ലൂസും ആയത് ഭയങ്കര ടൈറ്റും ആയത് ആ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് പൊറോട്ടൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. പൊറോട്ട താഴെയും മേലെയായിട്ട് വെച്ചതിന് ശേഷം വാഴയില വെച്ച് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പറ്റുവാണെങ്കിൽ ലാസ്റ്റ് കറിയൊക്കെ പ്രിപ്പയറായി സെറ്റായി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് പശു നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു വിധത്തിലൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് പൊറോട്ട മാത്രമല്ല ഇതില്ലേ അരി ഒറോട്ടി, അരിപ്പത്തിൽ നമ്മുടെ കണ്ണൂർ ഒറോട്ടി, ആ ഒരു ഒറോട്ടിക്കും ഇത് അടിപൊളി സംഭവമാണ്. രാവിലെ എണീറ്റു ഇറച്ചിപ്പത്തിലൊക്കെ പരത്തി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് പൊരിച്ചെടുക്കുകയാണ്. എന്തായാലും 6:30ക്കുള്ള ട്രെയിനിന് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സമാധാനത്തിൽ നല്ല സാവകാശത്തിൽ തന്നെ ചെയ്തെടുത്തു കാര്യങ്ങൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ യൂഷ്വലി നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹറിബറി ആക്കിയിട്ട് എന്തെങ്കിലും കൊളാക്കി വെക്കും ഞാൻ. അതുകൊണ്ട് സമാധാനത്തിൽ തന്നെ ചെയ്തു. ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. കാരണം അവൻ്റെ ഒരു ബ്രേക്ക് ടൈമിൽ ഞാൻ അവിടെ എത്തിയാൽ മതി. എന്നിട്ട് അവനെ കണ്ടിട്ട് ഞാൻ എന്തായാലും ഈവനിങ് വരെ അവിടെ നിൽക്കാം. ഇവൻ്റെ ക്ലാസ്സിലെ ബ്രേക്ക് ടൈമിൽ ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നോളല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാം. ട്രെയിനിലാകെ 1 അവറിൻ്റെ യാത്രയേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് കാലിക്കറ്റിലേക്ക്. അതായത് തലശ്ശേരി ടു കാലിക്കറ്റ് 1 അവർ പിന്നെ യാത്രയാണ്. ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അതും മറ്റേ സ്ലീപ്പറിൽ കയറിയിട്ട് ആദ്യം ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറി എന്നിട്ട് അതിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് സീറ്റൊക്കെ കിട്ടിയിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിട്ടില്ല. നല്ല കംഫർട്ടബിളായിട്ട് പോയി വന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് മക്കളെയും ട്രെയിനിലയക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ്, എന്തോ ഒരു ടെൻഷനാണ്. അവർക്ക് സീറ്റ് കിട്ടൂലേ. പിന്നെ ജനറലിൽ പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഒന്നാമത് ഡോറിൻ്റെ അടുത്തായി പോവോ. വലിയ ആൺകുട്ടികളായാലും ഞാൻ ഇവനോട് പറയും നീ ബസ്സിൽ പോയിക്കോന്ന്. എപ്പോഴും ഇവൻ കോഴിക്കോട് ലീവിൽ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അവനോട് പറയാം ബസ്സിന് പോകാം. അവനിക്കും കംഫർട്ടബിൾ അതാണ്. കാരണം സീറ്റ് കിട്ടുവാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലല്ലോ. പിന്നെ തിരക്കിട്ട് കയറണ്ടല്ലോ. ഇതാകെ ഒരു 5-7 മിനിറ്റല്ലേ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിൻ നിൽക്കുക. ആ ഒരു ഗ്യാപ്പിൽ കയറാൻ പറ്റാതായിപ്പോൾ ഇങ്ങനെയുള്ളത് എന്തൊക്കെയോ ടെൻഷൻസ് ആയിരിക്കും എനിക്ക്. ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഒരു ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഇത്തിരി പേടിയാണ് എനിക്ക്. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ ഇതാ പാക്കിംഗ് ഒക്കെ ചെയ്തു ഓരോന്നും. അതായത് കായ്പോളയും ഇറച്ചിപ്പത്തിലും ഈ ഒരു പൊറോട്ട ബീഫ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തു. ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഒരു 11:15-11:30 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ബ്രേക്ക് ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലഞ്ച് ബ്രേക്ക് 1:15 അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 1:30 ബ്രേക്കിന് അവനെ നമ്മൾ ഫൈനലി മീറ്റ് ചെയ്തു. എന്തായാലും ഈവനിങ് വരെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ്ങിലാണ് ട്രെയിൻ. അപ്പോൾ അതുവരെ എന്തായാലും നമ്മൾ ഫ്രീ ആണല്ലോ. ആ ഒരു ഗ്യാപ്പിൽ അടുത്തുള്ളൊരു മോളിൽ പോയി ഫുഡ് കഴിച്ചു. അവിടെ പോയ സമയത്ത് ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
ഫെബി അല്ലേ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു, വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ സാധാരണ കണ്ണൂർ ഈ ഭാഗത്ത് എവിടെ പോയാലും ആരെങ്കിലും ഒരാളെങ്കിലും വന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് വന്ന് സംസാരിക്കാറുണ്ട്. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പം കാലിക്കറ്റിലെത്തിയിട്ട് ഒരാൾ വന്ന് സംസാരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. എന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി ആ ഒരു മൊമെൻറ്റ്. അപ്പോൾ ഇതാ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുള്ള കുറച്ച് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇത്. നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷന് അകത്ത്. എന്നിട്ട് പുറത്ത് ഒരു കുറച്ച്, അതായത് അവിടുന്ന് ചെറിയൊരു ഡിസ്റ്റൻസിൽ ഒരു വീട്ടിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തത്. കാരണം നല്ല റഷായിരുന്നു. ആ ഒരു മോർണിംഗ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എവിടെയും പാർക്കിംഗ് ഉണ്ടായിട്ടില്ല. ശരിക്കും വെപ്രാളപ്പെട്ടിട്ടാണ് ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് അവിടെ പോയതും എല്ലാം. പിന്നെ ഞാൻ വിചാരിച്ചു അഥവാ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ബസ്സിൽ കയറി പോകാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് പോയത്. ഇതിൽ കാലിക്കറ്റ് വരെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോയി വന്നു. ഇനായക്കായിരുന്നു കേട്ടോ നിർബന്ധം ട്രെയിനിൽ തന്നെ പോകണം എന്നുള്ളത്. കാരണം ബസ്സിൽ അവൾക്ക് ഭയങ്കര ബോറിംഗ് ആണ് ട്രാവലിങ്. ട്രെയിനാകുമ്പം അവർക്ക് എൻജോയ് ചെയ്ത് പോകാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ട്രെയിൻ തന്നെ ചൂസ് ചെയ്യേണ്ടി വന്നത്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ മടിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. മോൻ്റെ അടുത്ത് എത്തിയപ്പോഴുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഈവനിങ് ആയപ്പം ഇതേപോലെ തന്നെ 1 hour ട്രാവൽ ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തി. അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.